വെൽക്കം ടു ഇനയാസ് ലൈഫ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഉമ്മിന്റെ എണ്ണ കാച്ചൽ വീഡിയോ ആയിട്ടാണല്ലേ ഉമ്മി? മുടിയില് പറഞ്ഞു കൊടുക്ക്. എന്റെ മുടിയിൽ എന്നും തേക്കുന്ന ഒരു എണ്ണയാണ്. അപ്പൊ ഉമ്മി ഞങ്ങൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറിക്കാൻ വേണ്ടി പോവാണ് അല്ലേ റൂമി? അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതിലേക്ക് മൈലാഞ്ചിന്റെ ഇല വേണം. അത് പറിച്ചോണ്ടിരിക്കാണ് കുട്ടികൾ. ആ എണ്ണ തേക്കണേ, ഉമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണ എന്തിനാ തേക്കണേ? തലയില് കുളിക്കാനോ? മുടി വളരാനാ? കുറെ മുടി ഉണ്ടാവാനാ ആണോ? റൂമിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറിക്കാൻ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ അവൻ പറയണേ. എനിക്ക് ഈ മൈലാഞ്ചിൻ്റെ എല്ലാം ഞരടിയാലുള്ള സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ടൊക്കെ മൈലാഞ്ചി അരച്ചിട്ട ആ സ്മെല്ലുണ്ടല്ലോ, ഒരു പഴയ ഓർമ്മ. റൂമി ഇതെന്താ ഈ പറിക്കണേ? കറിവേപ്പിലേ? തുളസിയാണടാ. കണ്ടോ, ഇത്താക്ക് അറിയാലോ തുളസിയൊക്കെ. ഇനി കുറച്ച് ചുവന്ന ചെമ്പരത്തിന്റെ പൂവും മൊട്ടും ഇലയും കൂടി പറിക്കാം കേട്ടോ. ഈ എണ്ണ മെയിനായിട്ട് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇനി ഇതിലേക്ക് പുളിയിലും കുറച്ച് പുളിനാരും കൂടി വേണം. കുറച്ച് കറിവേപ്പിലും കൂടി പറിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറ്റാർവാഴയും കൂടി നമുക്ക് പറിച്ചെടുക്കാം. ഈ അലോവേര നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് എണ്ണ കാച്ചാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. മുടി കൊഴിച്ചിൽ മാറുമെന്ന് മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എണ്ണ. ഇത് നമ്മൾ പെട്ടെന്ന് വല്ല മിറാക്കിൾ സംഭവിക്കണോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇത് കുറച്ച് നമ്മളൊരു 3-4 മാസമൊക്കെ ഒന്ന് യൂസ് ചെയ്താലേ നമുക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം. ചെമ്പരത്തിൻ്റെ ഇല, ഇത് പ്രത്യേകിച്ച് ഒരു കറക്റ്റായിട്ടുള്ള അളവൊന്നും വേണ്ട. പൂവ്, ചെമ്പരത്തിൻ്റെ പൂവ്, ചുവന്ന ചെമ്പരത്തിൻ്റെ പൂവ്. മൊട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ശരിക്കും ഇതിലേക്ക് മൊട്ടും കൂടി ആവശ്യമാണ്. പിന്നെ കുറച്ച് തുളസിയില. ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടി കുറഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളിനാരും പുളിയിലും കൂടിയുള്ള കറിവേപ്പില. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേര. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ചെറിയുള്ളി ഇല്ലേ അത്, കുറച്ച് മൈലാഞ്ചിയില. ഇനി ഇത് നീലാംബരിയാണ്. നീലാംബരി അല്ല, നീലാംബരി, കരുനെച്ചി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ഉണക്കനെല്ലിക്കയുടെ പൊടിയാണ്. ഇനി വെളിച്ചെണ്ണ ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നല്ലെണ്ണയാണ്. ഒരു 1.5 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയും നല്ലെണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അധികമായി എന്ന് വിചാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വാട്ടർ കണ്ടൻറ്റുള്ള കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവും അങ്ങനത്തെ ഉള്ളി ഇങ്ങനത്തതൊക്കെ നമുക്ക് ഫസ്റ്റിലിട്ട് കൊടുക്കാം. ഒന്ന് നിർത്തിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ശരിക്കും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സ്മൂത്തായിട്ട് തന്നെ അരക്കുക. ഇനി നമുക്ക് ഒരു ചട്ടി, ഒരു ചീനച്ചട്ടി എന്ന് പറയാല്ലേ, ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുറത്താണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കണേ, കാരണം എണ്ണ ചിലപ്പോൾ ഒന്ന് തിളച്ച് ചിന്താനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ ഗ്യാസ്മേലൊക്കെ ആയി കഴിഞ്ഞാൽ ആകെ ഒന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആവൂലേ. അപ്പോൾ പുറത്താണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഈ പേസ്റ്റ് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരണം.
ഇതിലെ ജലാംശം എല്ലാം നന്നായിട്ട് വറ്റി കിട്ടും വേണം. അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ നന്നായിട്ട് തീ കത്തേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ആദ്യം കത്തിച്ചപ്പോൾ തീ വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് തിളച്ച് കുറച്ചൊക്കെ ചിന്തിപ്പോയി. അപ്പോൾ അത് അടുപ്പിലായിട്ട് തീ നന്നായിട്ട് കത്താൻ തുടങ്ങി കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടോ. ഇത് തിളച്ച് ചിന്തിയപ്പോൾ ആകെ ഒന്നായിട്ട് പോവണം. ഈ തീയാണെങ്കിൽ അണയണമില്ല. അപ്പോൾ ഇതിലേക്ക് നെല്ലിക്കപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ല കൈയൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്പോൾ പൊങ്ങി ആകെ തൂവി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇട്ടിട്ടുള്ള പേസ്റ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഒക്കെ നല്ല പാകമായിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ എണ്ണ ഇതാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാത്രത്തിലെ മുകളിൽ ഇതുപോലെ വിരിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞിട്ടെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത് നമ്മൾ അരിപ്പയിലൂടെയൊക്കെ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓയിൽ മാത്രമായിട്ട് കിട്ടും. ഞാൻ ഈ എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി തുടങ്ങി. കുട്ടികൾക്കും ഇത് തന്നെയാണ് തേച്ച് കൊടുക്കാറുള്ളത്. എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല മാറ്റം കേട്ടോ ഈ എണ്ണ യൂസ് ചെയ്തിട്ട്. ഞാനൊരു 3 months ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത് കേട്ടോ. ഇനി ഇതെങ്ങനെ തേച്ച് പിടിപ്പിക്കാമെന്നും കൂടി കാണിക്കാം കേട്ടോ. ഇങ്ങനെ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മുടിയുടെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇത് തേച്ച് കൊടുക്കുന്നതിന് കൂടെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു മസാജും കൂടി കൊടുക്കുക. ഈ മസാജിങ് നമുക്ക് നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. ഈ ഓയിൽ ചെറിയൊരു ചൂടിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മുടിയുടെ എൻഡിങ്ങിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.